ഐതിഹ്യങ്ങളുടെ കലവറയാണ് പള്ളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. പള്ളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന മഹായജ്ഞം കൊണ്ടാടുകയാണ്. അതിലേക്ക് സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിന് വേണ്ടി നിങ്ങളെ ഏവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതിപുരാതനമായ കാക്കാഴം ശ്രീ പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇതം പ്രഥമമായി നടക്കുന്ന ലക്ഷാർച്ചനയാണ് രാവിലെ 5:30 ക്ഷേത്ര തന്ത്രി മുഖ്യൻ അമ്പലപ്പുഴ പുതുമന ഇല്ലത്ത് ശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 15-ൽ പരം പുരോഹിതന്മാരും 108-ൽ പരം ഭക്തജനങ്ങളും ഈ ലക്ഷാർച്ചനയിൽ പങ്കുകൊണ്ടു. ഭഗവതിയുടെ ഐശ്വര്യവർദ്ധനത്തിനും നാടിന്റെ ക്ഷേമ ഐശ്വര്യത്തിനുമായിട്ടാണ് ലക്ഷാർച്ചന നടത്തപ്പെടുന്നത്. ഈ ലക്ഷാർച്ചനയിൽ പങ്കുകൊണ്ട് വൈകിട്ടത്തെ കുംഭമാഭിഷേകവും കണ്ട് ഭഗവതിയുടെ അനുഗ്രഹ ആശീസ്സുകൾ ഏറ്റുവാങ്ങാൻ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ദേവീ സങ്കല്പമാണ് പള്ളിക്കാവ് ക്ഷേത്രത്തിൽ. പണ്ടുകാലം മുതൽ നാട്ടുകാരുടെ സ്വപ്നവും അവരുടെ ആഗ്രഹവും ഒക്കെ സാധിച്ചു കൊടുക്കുന്ന ദേവിയാണ്. പ്രത്യേകിച്ച് വസൂരി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ വസൂരി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രധാനമായും ഈ ക്ഷേത്രത്തെ പൂജാരിയും ക്ഷേത്രത്തെയും ആധികാരികമായി കണ്ട് ഇവിടെ വന്ന് വാർത്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അതുപോലെ തന്നെ 10ാം ഉദയത്തിന് നടക്കുന്ന പൊങ്കാല, അത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് എല്ലാ സ്ഥലത്തും വന്ന് പൊങ്കാലയിടുന്ന ഒരു പ്രക്രിയകളുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഈ ക്ഷേത്രോത്സവം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാര പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷം ആണ് ഈ ശാന്തിയും പുതുമയും പുതുമന ദാമോദരൻ നമ്പൂതിരിയുമായി ആലോചിച്ച് പ്രശ്നവിധി പ്രകാരം നമ്മൾ ഇന്ന് നടക്കുന്നു. പ്രധാനമായും ഇത് കരുനാഗപ്പള്ളി, ചേർത്തല വരെയുള്ള ഭക്തജനങ്ങൾ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മുഴുവൻ ആളുകളുടെ ഒരു വിശ്വാസ കേന്ദ്രമായി പള്ളിക്കാവ് ക്ഷേത്രം മാറി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. ഇന്ന് രാവിലെ മുതൽ വളരെ തിരക്കായിരുന്നു. കരുനാഗപ്പള്ളി മുതൽ ഏതാണ്ട് ചേർത്തല വരെയുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൽ വന്ന് തിരിച്ചു പോകുന്നു. ഇനിയും കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അത് ഉടനെ ഈ കമ്മിറ്റിയുടെ കാലാവധിയിൽ തന്നെ പ്രധാനമായും നാലമ്പലത്തിൽ ഉള്ളിൽ വരുന്ന ആനക്കുട്ടി, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ അടിയന്തരമായി ചെയ്യുവാനുള്ള ചില ശ്രമങ്ങളാണ് നടത്തുന്നത്. അമ്പലപ്പുഴ കാക്കാഴം പ്രദേശത്തെ പുണ്യപുരാതനമായ പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഇതംബരമായിട്ടാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. അത് ഏകദേശം വെളുപ്പിനെ 5 മണി തൊട്ട് 150-ൽ പരം സ്ത്രീകളുടെ മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയാണ് മന്ത്രമുഖ്യന്മാർ ഒരു 15 തിരുമേനിമാരോടാണ് ഇതിൻ്റെ അർച്ചന നടക്കുന്നത്. അത് വൈകുന്നേരം ഒരു 6 മണിക്ക് സമാപിക്കും. രാവിലെ എല്ലാ ആഹാരങ്ങളൊക്കെ ഉണ്ട്, ഉച്ചയ്ക്ക് ഇതിൽ പങ്കെടുക്കുന്ന ആഹാരങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം പ്രസാദമുണ്ട്, പാൽപ്പായ സദ്യ ഉണ്ട്,
ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തപ്പെടുന്നത്. പിന്നെ പേരുകേട്ട പള്ളിക്കാശ്ശേരി പുരാതനമായിട്ട് നടത്തുന്ന ഒരു ആചാരമുണ്ട്. അത് പള്ളിക്കാവിൽ പൊങ്കാല നടത്തും. പൊങ്കാല അത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് മുന്നേ ഉള്ളതാണ്. കാലാകാലം 10ാമത് ദിനത്തിൽ നടത്തിക്കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് അന്ന് പ്രൊമോട്ട് ചെയ്യാൻ ആളുകളില്ല. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലക്കാരും പ്രശസ്തമായിട്ടായിരുന്നു അത് ഫോർവേഡ് ചെയ്തതെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് പുരാതനമായ ഒരു പൊങ്കാല അർപ്പിക്കുന്ന ക്ഷേത്രം കൂടിയാണ് പള്ളിക്കാവ് ക്ഷേത്രം. കാക്കാഴം ഗ്രാമോദ്ധാരണ കരയത്തിൻ്റെ കീഴിലുള്ള മഹാക്ഷേത്രമാണ് കാക്കാഴം പള്ളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ലക്ഷാർച്ചന നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ലക്ഷാർച്ചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കരയിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും പുറത്തുള്ള ഭക്തജനങ്ങൾക്കും സർവ്വ ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അമ്പലത്തിൻ്റെ ധ്വജപ്രതിഷ്ഠയും അമ്പല പൂർത്തീകരണവും നടന്നത്. അതിനുശേഷമാണ് ഈ ലക്ഷാർച്ചനയിലേക്ക് കരയോഗ കമ്മിറ്റി അംഗങ്ങളും മഹിളാ സഭകളും കുടുംബ യൂണിറ്റുകളുടെയും ഒത്തൊരുമയുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. പരിചിൽ